ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് തമ്മിൽ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് റോസ്മേരി എന്ന് പറയുന്നത്. മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ റോസ്മേരി പല രീതിയിൽ അവൈലബിൾ ആണ്. സെറമായിട്ടും വാട്ടറായിട്ടും അല്ലാതെ റോസ്മേരിയുടെ ഓയിൽ, എസൻസ്, അങ്ങനെ കുറേ രീതിയിൽ റോസ്മേരി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ആളുകൾ ഈ റോസ്മേരി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കുറേ കമൻറ്റുകൾ മറ്റുള്ള ചാനലിലൊക്കെ ഇനി കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് റോസ്മേരി ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി റോസ്മേരി എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നും നിങ്ങൾക്കത് എന്തുകൊണ്ട് വർക്കാവുന്നില്ല, നിങ്ങൾ എന്ത് ബേസിൽ വേണം നിങ്ങൾ റോസ്മേരി അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിന് ആവശ്യമുള്ള ഓയിൽ തിരഞ്ഞെടുക്കാമെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ റോസ്മേരി എന്ന് പറയുന്ന സാധനം ഇപ്പോഴൊന്നുമല്ല, കുറേ നാളുകളായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ റോസ്മേരിയുടെ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ഈ ആൽഫ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം 6 മാസത്തോളം ആവാറായിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഫസ്റ്റ് ബോട്ടിൽ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബോട്ടിൽ എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ബോട്ടിൽ ഞാനൊരു ഇത്രയും ഭാഗം യൂസ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം ഞാൻ വീഡിയോ പോകെ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആദ്യമേ നോക്കാം. ഇതിന് വരുന്നത് 225 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നത്. ഞാൻ പർപ്പിളിൽ നിന്ന് പറഞ്ഞ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 225 എന്ന റേറ്റിന് താഴെയുള്ള ഒരു റേറ്റിലായിരിക്കും ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ റേറ്റിൽ വേരിയേഷൻ വരും. ഒരിക്കലും 225 എന്നുള്ളൊരു പ്രൈസിലല്ല, അതിൽ താഴെ അതിന് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ. പിന്നെ ഇത് വേറെ ഏതെങ്കിലും ആപ്പിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പർപ്പിളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. ആമസോണിൽ ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങുന്ന ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആൽപ്സിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലത്തെ സെയിം പാക്കേജിൽ തന്നെ കുറേ പ്രൊഡക്ട്സ്, അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതേ സെയിം പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ പ്രൊഡക്ട്സ് ആമസോണിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അങ്ങോട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചത് എത്രത്തോളം വർക്കിംഗ് ആണ് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ആൽപ്സിൻ്റെ തന്നെയാണ് രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന കണ്ടൻസ്, അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ, പിന്നെ ഇതിൻ്റെ ലീവ്സ്, റോസ്മേരി ലീവ്സ്, റോസ്മേരി ഓയില്, പിന്നെ പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിനുള്ളൊരു പാക്കേജിങ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഹാൻഡിലൊക്കെ ആണെങ്കിലും നമുക്ക് പിടിച്ച് യൂസ് ചെയ്യാൻ വളരെ എളുപ്പത്തിനുള്ള രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ അവരൊരു ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോ ഈ കാണുന്നതാണ് ലോക്ക്. ഇതപ്പോൾ നമ്മൾ പിടിച്ച്, ഇതിപ്പോൾ ഓഫാണ്, ഇതിങ്ങനെ നെക്കി കഴിയുമ്പോൾ അത് ഓണാവും. അപ്പോൾ ഇതിനകത്തുനിന്ന് അടിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഓഫ് ചെയ്യാനുള്ളതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവരിതെടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ പേടിക്കണം. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിള്ളേർ അതെടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് പേടിക്കണ്ട. പിന്നെ ഈ പ്രൊഡക്റ്റിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നോൺ ആൽക്കഹോളിക് പ്രൊഡക്റ്റാണ്. അതിപ്പോൾ സാധാരണ ഇങ്ങനെ വാട്ടറി ആയിട്ട് വരുന്ന ടോണർ പോലുള്ള ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന പ്രൊഡക്ട്സിനൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സിൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് ആൽക്കഹോളിക് കണ്ടന്റ് ഇല്ല. ഈ ആൽക്കഹോളിക് കണ്ടന്റ് എന്താ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് അബ്സോർബായി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ആൽക്കഹോളിക് ചേർക്കുന്നത്. ഈ ആൽക്കഹോളിക് ചേർക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് ഇപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ളൊരു സ്കാൽപ്പാണ് നമുക്കുള്ളതെങ്കിൽ ഇത് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മളുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് അതിനകത്ത് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് ആൽക്കഹോളിക് അല്ലാത്തത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളത് ഇതിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 3 രീതിയിലുള്ള യൂസ് ചെയ്യണത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആദ്യത്തെ രീതിയിൽ പറയുന്നത് നമ്മൾ നോർമലായിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് തലമുടി കഴുകുന്നതിന് ശേഷം ഇത് അടിച്ചിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിൽ തല കഴുകി കളയാന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് തലയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണോ ഹെയർ സ്റ്റൈൽ ചെയ്ത് നമുക്ക് അതുപോലെ സാധാരണ തല കെട്ടുന്ന പോലെ അങ്ങനെ കെട്ടി നമുക്ക് പുറത്തു പോകാം.
അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസ്മേരി എന്ന് പറയുന്നത് ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ തലയിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുണ്ടാവുന്ന പൊടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു ഡാൻഡ്രഫായിട്ട് മാറാനും പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് കുറച്ചും കൂടെ നല്ലത് ഇതിന് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ തലയിൽ സ്പ്രേ ചെയ്ത് കിടന്ന് ഉറങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ നോർമലായിട്ട് കുളിച്ച് നമുക്ക് തലയും കഴുകി പോവാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കിടക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് സ്പ്രേ ചെയ്ത് ഉടനെ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ പില്ലോയിലൊക്കെ ഒരു നനവുണ്ടാവാനും പിന്നെ ആ നനവിൽ ഇങ്ങനെ ബാക്ടീരിയ വളർന്ന് നമ്മൾ അതിനകത്ത് ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് കുരുക്കൾ ഉണ്ടാവാനും തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 1-2 മണിക്കൂർ മുന്നേ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം വരുന്നത്, ഇത് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവുന്നില്ല. ചിലവർക്ക് ഇത് യൂസ് ചെയ്യുന്നത് വഴി മുടി കൊഴിച്ചിലുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ സ്കാൽപ്പ്, ഹെയർ, ബോഡി ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വർക്കായ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വർക്കാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നമ്മുടെ ബോഡി, നമ്മുടെ ഹെയർ, നമ്മുടെ സ്കാൽപ്പ് എന്താണെന്നറിഞ്ഞ് അതിന് പറ്റിയ രീതിയിലുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ എന്തെങ്കിലും സാധനം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് സ്കാൽപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലും അതിൽ ബേസ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ സ്കാൽപ്പ് 3 രീതിയിൽ, ടെമ്പറേച്ചറിൽ 3 രീതിയിൽ വ്യത്യസ്തമാണ്. ചിലവർക്ക് അത് ഭയങ്കര ഹോട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ തലയിൽ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കാൽപ്പിൻ്റെ ടെമ്പറേച്ചർ. നോർമൽ ഒരു ചൂട്, അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള നോർമൽ ചൂടാണ്. അതല്ലാതെ കുറച്ചും കൂടെ ചൂട് കൂടിയ ഒരു സ്കാൽപ്പ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റോസ്മേരി എന്ന് പറയുന്നത് ഒരു റേഞ്ചിൽ വരുന്ന ഓയിലാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഹോട്ടായിട്ടുള്ള ഒരു സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്ര കണ്ടങ്ങൾ വർക്കാവില്ല. പകരം നിങ്ങളുടെ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു കൂളായിട്ടുള്ള സ്കാൽപ്പാണ് നിങ്ങളുടേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് വർക്കാവും. കാരണം നിങ്ങളുടെ തലമുടിയിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു സാധനം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യില്ലേ, അത് നമ്മളുടെ തലയിൽ മുടി ഉണ്ടാവുന്ന സ്ഥലത്തുള്ള പോഴ്സ് നല്ല രീതിയിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് ചൂട് ചെല്ലുമ്പോൾ അതൊന്ന് തുറക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറച്ചും കൂടെ അതിനകത്തേക്ക് ഇറങ്ങി നല്ല രീതിയിൽ അത് റിസൾട്ട് തരും. അതേസമയം നമ്മളുടെ തല കുറച്ച് ചൂടായിട്ടുള്ള ഒരു സ്കാൽപ്പ് നമുക്കുള്ളതെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ ഇത് ഓപ്പൺ ആണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ചൂട് കൊടുക്കുമ്പോൾ അത് ഒന്നും കൂടെ ഓപ്പൺ ആയിട്ട് നമ്മളുടെ മുടി കൊഴിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലുള്ളതുപോലെ തോന്നുന്നത്. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഒരു കൂൾ നേച്ചറിലുള്ള ഓയിൽസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് കോക്കനട്ട് ഓയിലൊക്കെ ഒരു കൂൾ നേച്ചറിൽ വരുന്ന ഓയിലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു കൂൾ സ്കാൽപ്പ് ആയിരുന്നു, പക്ഷെ നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി, അപ്പോൾ അതിനുശേഷം ഉറപ്പായിട്ടും കുറേ ഹീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അത്ര കണ്ട് വർക്കാവണമെന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി കുറേ ഹീറ്റ് കൊടുത്തേക്കുവാണ്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കൂളായിട്ടുള്ള ഒരു ഓയിൽ അല്ലെങ്കിൽ അതിനൊരു റുട്ടീൻ ഉണ്ടാവുമല്ലോ, ആ റുട്ടീൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർസ് നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലും കാര്യങ്ങളും പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ മുടി കൊഴിച്ചിലിനുള്ള സാധ്യത കൂടും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ അവർ പറഞ്ഞേക്കുന്ന ഒരു റുട്ടീൻ ഉണ്ടെങ്കിൽ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂൾ ബേസിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഈ പ്രൊഡക്റ്റ് പേഴ്സണലി യൂസ് ചെയ്തിട്ട് കുറേ ബേബി ഹെയർസ് ഈ ഭാഗത്തൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിൽ, എനിക്ക് കൊറോണ വന്ന ടൈമിൽ മുടി കൊഴിച്ചിൽ നല്ല രീതിയിലുണ്ടായി. അതിനുശേഷം എനിക്ക് ആ ഭാഗത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നേ ഇല്ല. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കുറേ ബേബി ഹെയർസ് തോന്നിയിട്ടുണ്ടായി. പിന്നെ മുടി കുറച്ചും കൂടെ പെട്ടെന്ന് നീളം വയ്ക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത്, എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് നോർമലായിട്ട് മുടിക്ക് വളരാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളിത് എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു ബൂസ്റ്റപ്പ് പോലെ കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മളുടെ മുടി കുറച്ചും കൂടെ വേഗത്തിൽ വളരാനും കുറച്ചും കൂടെ ഉള്ളു തോന്നിപ്പിക്കാനും കുറച്ചും കൂടെ ബേബി ഹെയർസിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയം നമുക്ക് മുടി വളരാനും അല്ലെങ്കിൽ സ്വയം അതിന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ അത് ചെയ്യാതെ ഇതിന് മാത്രം ആശ്രയിച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ
അതിൻ്റെ ആ ഒരു ആക്റ്റീവ്നെസ് കുറയും. അതായത് നമ്മളിപ്പോൾ ആദ്യം നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉള്ളതെന്ന് നമുക്ക് തോന്നും. നമ്മളിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നാത്തൊരു അവസ്ഥ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിത് മുടിക്ക് ഇങ്ങനെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ മുടി തന്നെ വളരാനുള്ള ആ ഒരു കേപ്പബിലിറ്റി അതിന് കുറയും. അപ്പം നമ്മളിത് കൂടുതലായിട്ട് അതിന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഇത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ഇതിൻ്റെ യൂസിങ് ഇത് ഉപയോഗിക്കൽ നിർത്തിയേക്കോ എന്ന് പറയാൻ കാരണം, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഹെയർ ഗ്രോത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം തോന്നുന്നില്ല. കാരണം ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എൻ്റെ തലമുടി ഇത് യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ ബ്രേക്ക് എടുക്കാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് പെട്ടെന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. അത് നമ്മളുടെ മുടിയുടെ അവസ്ഥ ഒന്നും കൂടെ വഷളാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ പതിയെ സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മൾ ഒരാഴ്ചയിൽ 1 പ്രാവശ്യം യൂസ് ചെയ്യുക. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം യൂസ് ചെയ്യുക. അങ്ങനെ പതിയെ സ്റ്റോപ്പ് ചെയ്യുക. ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിനും കൂടാതെ മറ്റു പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പതിയെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ നിലവിൽ അങ്ങനെ പതിയെ കൂടുന്നു. ഇപ്പം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് സ്വയമായിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 225 റേറ്റ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് ഇഷ്ടം പോലെ റോസ്മേരി വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. ഒട്ടുമിക്ക റോസ്മേരിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.